ഇത് വേണോ ഇത് വേണോ? എനിക്കൊന്നും വേണ്ട, സോഡ മാത്രം മതി. ഇങ്ങനെ ദുഃഖിച്ചിരുന്നിട്ട് എന്താ കാര്യം? പോയ ബുദ്ധി ആരെ പിടിച്ചാ കിട്ടില്ല. എന്റെ എല്ലാ സർട്ടിഫിക്കറ്റ് ആ ഫയലിലായിരുന്നു. അല്ലെങ്കിലും ജോലിയല്ലല്ലോ നിനക്ക് പ്രാധാന്യം, സീരിയലിലെ ചാൻസ് അല്ലേ? ഓരോ സോഡ പൊട്ടുന്ന സൗണ്ട്. ഒരു ബീഫ് ഫ്രൈ. സോറി ഇല്ലേ? എങ്കിൽ ചിക്കൻ ഫ്രൈ മതി. ഞാൻ വെയിറ്റർ അല്ല, ഈ സാറിനെ ഒന്ന് കാണാൻ വന്നു. കണ്ടല്ലോ, എന്നാ പോയിക്കോ. ഇനി കൂടുതൽ കാണുകയെ ടിക്കറ്റ് എടുക്കേണ്ടി വരും. അതല്ല, ഞങ്ങളുടെ മുതലാളിക്ക് സാറിനെ ഒന്ന് കാണണം. രാജാജി സാറിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഇല്ല. നിനക്കറിയില്ല അല്ലേ? ഇന്ന് നിനക്ക് എല്ലാം പഠിപ്പിച്ചു തരാം. അതെ, എന്നെ എന്തിനാ കാണുന്നത്? അദ്ദേഹം ഒരു TV സീരിയൽ നിർമ്മിക്കുന്നുണ്ട്. അതിലൊരു വേഷം ചെയ്യാൻ താല്പര്യമുണ്ടോ? താല്പര്യം ഉണ്ടോന്നോ? നിന്റെ സമയം തെളിഞ്ഞൂടാ. സാറ് 102 നമ്പർ റൂമിലുണ്ട്. 102 അല്ല, 103 വരെ വരും. ഞാൻ വന്ന് കണ്ടോളാം. പോവട്ടെ, ഇത് കപ്പലുണ്ട്. ഇതൊക്കെ ഒരു സന്തോഷല്ലേ? അപ്പൊ ശരി. അല്ല, നീ കൂടെ വരുന്നില്ലേ? നീ പോയിട്ട് വാ. നീ വ്യാഴാഴ്ച അല്ലേ? 2 ഫുള്ള് തീർക്കാൻ എനിക്കൊരു നേർച്ചയുണ്ട്. പിന്നെ മുഖം കഴുകി വൃത്തിയായിട്ട് കുട്ടപ്പനായിട്ട് പോയിട്ട് വാ. ഓ, കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ലക്ഷങ്ങളുടെ നഷ്ടമാണ് അവര് നമുക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. വർമാജി അകത്താക്കി അന്ന് മുതൽ ഞാൻ നോട്ടമിട്ടതാ ആ പോലീസ് ബ്രദേഴ്സിനെ. ഒരുത്തനെങ്കിൽ ഒരുത്തൻ കൈയും കാലും ഒടിച്ച് കൊക്കയിലിടാം. അതെ, അവൻ ഇനി പോലീസ് ഡ്യൂട്ടിയും നോക്കണ്ട, TV സീരിയലിൽ അഭിനയിക്കാൻ വേണ്ട. എക്സ്ക്യൂസ് മീ, ഇയാൾ ഏത് റൂമിലാ താമസം? 102. നിയമത്തിന്റെ പാതയിൽ സഞ്ചരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഇത്ര വേഗം വേഷം മാറി വന്നു. കലക്കി, പോലീസ് വേഷം കലക്കിയിട്ടുണ്ട്. പക്ഷെ ഇതുകൊണ്ട് കാര്യമില്ല. ജീവിതത്തിൽ സാറിന് SI വേഷമല്ലേ? സീരിയലിൽ അഭിനയിക്കണമെങ്കിൽ ഒരു കള്ളന്റെ വേഷം അഭിനയിച്ചിട്ടാണ്. സീരിയലിൽ നിന്റെ തന്തയോട് അഭിനയിക്കാൻ പറ. അപ്പൊ ഇവൻ നമ്മളെ കൊടുക്കാനാ സീരിയൽ പ്രേമ അഭിനയിച്ചത്. You are under arrest. Come on, move, move, I say. Come on, come on. ഇവൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ ബോസിനോട് ചോദിച്ചു വിളിച്ചു പറയാം. ഈ റൂം നമ്പർ 102 ഏതാ? 102. നിനക്കൊക്കെ എന്തിനാ പറഞ്ഞ സർട്ടിഫിക്കറ്റ്? അതെ, ഈ റൂം നമ്പർ 102 ഏതാ? 102 ആൾക്കാർ ഇതാ ഓടിപ്പോയത്. അപ്പൊ സീരിയൽ ഇന്റർവ്യൂ അത് സാറങ്ങനെ വീണ്ടും ഇതിനകത്ത്. സാറേ, എന്താ ഇത്? about turn. March. Left, right, left, right, left, right, left, right, left, right, left, right, left. എന്താ ഇതൊക്കെ? പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ അഭിമാന സ്തംഭത്തിന്റെ നാവിൻ തുമ്പിൽ നിന്നുമാണോ ഈ ചോദ്യം ഉയർന്നത്? ഇനിയെങ്കിലും കാര്യം എന്താണെന്ന് പറ ചേട്ടായി. അനിയായി, എനിക്കൊന്നും അറിയില്ലെന്ന് കരുതിയല്ലേ? ഊണിലും ഉറക്കത്തിലും നിന്നോടൊപ്പം ഉണ്ടായിരുന്ന എന്നെ പോലും അറിയിക്കാതെ സ്വമേധയാ നീ ഏറ്റെടുത്ത് നടത്തിയ ഈ ധീരകൃത്യത്തിന്റെ ക്രെഡിറ്റ് മുഴുവൻ ഡിപ്പാർട്ട്മെന്റ് നിനക്ക് തന്നിരിക്കുകയാണ്. പക്ഷേ അവര് രക്ഷപ്പെട്ടു കളഞ്ഞില്ലേ? രക്ഷപ്പെട്ടെങ്കിൽ എന്ത്? അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന ബാഗിൽ 1-2 രൂപയുടെ മുതലായിരുന്നില്ല, ലക്ഷങ്ങളുടെ മുതലായിരുന്നു ഉണ്ടായിരുന്നത്. അതപ്പോ കിട്ടി? ഒറ്റയ്ക്കാണെന്ന് കരുതി നീ ഓരോ നീക്കങ്ങൾ നടത്തുമ്പോഴും എന്തിനും ഏതിനും തയ്യാറായി ഞങ്ങളും നിന്റെ പുറകിലുണ്ടായിരുന്നു. അവസാനം ഒരു റൂം ബോയുടെ സഹായം കൊണ്ടാ ഞാൻ. റൂം ബോയ് സഹായിച്ചാലും ശരി, കുശിനിക്കാരൻ സഹായിച്ചാലും ശരി, നിന്റെ പ്ലാനിങ്ങും ബുദ്ധിയുമല്ലേ ഇതിന്റെ എല്ലാം പിന്നിൽ. അതിന്റെ മുന്നിൽ ഡിപ്പാർട്ട്മെന്റും സഹപ്രവർത്തകരും അത്ഭുതം കൂറി നിൽക്കുകയാണ്. എന്നെ അറിയിക്കാതെ ഓരോ നീക്കങ്ങളിലും എന്നെ സഹായിച്ച ഈ സ്നേഹത്തിന് മുന്നിൽ ഞാൻ ഒന്നുമല്ലാതായി പോവാണ് ചേട്ടായി. അനിയായി, നിന്റെ നേട്ടങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് നമ്മുടെ HC പുഷ്പാങ്കദൻ ഒരു കവിത രചിച്ചിട്ടുണ്ട്. ചൊല്ലു. അകോ ഭയങ്കരം ഈ ധീരത, ധീരത ആരിൽ ആർക്കും ഇല്ലിത്ര ധീരത. ധീരത. CI ബാലകൃഷ്ണൻ.
CI ബാലകൃഷ്ണ സോദരൻ SI പൂമാൻ. നാടിനും വീടിനും മാത്രമല്ല പോലീസ് ഡിപ്പാർട്ട്മെന്റിനും പുലിയാണിവൻ. ഒരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. അവരങ്ങോട്ട് പോയിരിക്കുക. ആര്? അമ്മയും ഗീതയും നീലണ്ട സാറിന്റെ വീട്ടിലേക്ക്. അല്ല, ഞങ്ങളിതെല്ലാം പിടിച്ചെടുത്ത ശേഷം നിന്നെ എവിടെ നോക്കിയിട്ട് കണ്ടില്ലല്ലോ. ഞാൻ ബാത്റൂമില്. ബാത്റൂമിൽ പൊക്കോ. അയ്യോ, ഇപ്പൊ പോണ കാര്യമല്ലേ. എപ്പ വേണേലും പൊക്കോ. ഹലോ, CI ബാലകൃഷ്ണൻ ഹിയർ. ഇതിപ്പോ സമയം കുറെ ആയല്ലോ. താൻ പോയി മെക്കാനിക്കിനെ വിളിച്ചോണ്ട് വാ. ശരി സാർ. ഞാനിവിടെ വെയിറ്റ് ചെയ്യാം സാർ. ഞാൻ രേഖ, മിനിസ്റ്റർ വിശ്വനാഥിന്റെ മോളാണ്. ഹലോ. ഹലോ. അച്ഛൻ ഒരു പ്രത്യേക സ്വഭാവക്കാരനാ. അല്ല, ഇതൊക്കെ ഈ പെണ്ണ് എന്റെ അടുത്ത് വന്ന് എന്തിനാ പറയുന്നത്? ചെയ്ത തെറ്റിന് മാപ്പ് ചോദിക്കാനാ ഞാൻ വന്നത്. ചേട്ടൻ ആള് വല്ലാത്തൊരു മുൻകോപിയാ. ഓ, ഇപ്പൊ മനസ്സിലായി. ചേട്ടായി ആയിട്ടുള്ള എന്തോ പ്രശ്നം തീർക്കാൻ വന്നതാ. അതൊന്നും സാരമില്ല, നമുക്ക് സംസാരിച്ച് ശരിയാക്കാം. ഒരു കാര്യത്തിൽ ഐ ഹാവ് ടു അപ്രീഷിയേറ്റ്. ആരാണ് എന്താണെന്നൊന്നും നോക്കാതെ തെറ്റിനെ മുഖമടച്ചെതിർത്ത ആ കറേജ് ഉണ്ടല്ലോ, അത് സമ്മതിച്ചേ പറ്റൂ. അയ്യോ, മുമ്പും അങ്ങനെയായിരുന്നു. പെട്ടെന്ന് എന്തെങ്കിലും പറയുന്നേ ഉള്ളൂ, ഉള്ളിലൊന്നുമില്ല. ശുദ്ധന. അത് സംസാരിച്ചപ്പോഴേ മനസ്സിലായി ഇന്നസെന്റ് ആണെന്ന്. പക്ഷേ അച്ഛൻ അതിന് കൊടുത്തുവിട്ട പാരിതോഷികം തടയാൻ എനിക്ക് കഴിഞ്ഞില്ല. അപ്പൊ സ്റ്റേഷനിൽ വെച്ച് കിട്ടിയ മാലയും ബൊക്കെ എനിക്കുള്ളതല്ലായിരുന്നു അല്ലേ? എന്താ? അല്ല, അതെന്തിനു തടയണം? ചെയ്ത ജോലിക്കുള്ള ഒരു ചെറിയ പാരിതോഷികം അങ്ങനെ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഞാനാണത് നേരിട്ട് കൈപ്പറ്റിയത്. സോറി. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നിങ്ങൾ വളരെ വിനയത്തോടെ ബിഹേവ് ചെയ്യുന്ന കാണുമ്പോ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അത് പാരമ്പര്യമായി ഞങ്ങൾക്ക് കിട്ടിയതാ. ഞാൻ ഒന്ന് തുറന്നു പറഞ്ഞോട്ടെ? യെസ്. സത്യത്തിൽ വല്ലാത്തൊരു ഇൻഫാക്ച്വേഷൻ. ഐ തിങ്ക് ഐ എം ലോക്ക്ഡ് ഇൻ ലവ്. ഈശ്വര, ചേട്ടായിയോട് അവക്ക് പ്രേമോ? അതെ, ചേട്ടൻ മാരീഡ്. ഗുഡ് മോർണിംഗ് സാർ. ഹമീദ് സാർ. ഞാൻ ഹമീദല്ല, ഉണ്ണികൃഷ്ണൻ. സാർ ഉണ്ണികൃഷ്ണൻ, ഞാൻ ഹമീദ്. ആ. ടൗൺ സ്റ്റേഷനിലെ SI ആണ് സാർ. സാർ എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്ത് വേണം? ഇപ്പൊ ഇവിടുന്ന് പോയത് മന്ത്രി ഉഷാന്റെ മകളല്ലേ? ആ കുട്ടിയെ സാറിന് പരിചയമുണ്ടല്ലേ? അതുകൊണ്ടല്ലേ ആ കുട്ടി എന്നോട് സംസാരിച്ചത്. താൻ കാര്യം പറ. സാറിന്റെ കാല് പിടിക്കാൻ സാർ. എന്തിന്? ആ കുട്ടിയെ കൊണ്ട് മന്ത്രിയോട് പറഞ്ഞ എന്റെ സസ്പെൻഷൻ പിൻവലിക്കണം സാർ. സാറ് 100 പുണ്യം കിട്ടും. തക്കതായ കാരണമില്ലാതെ ഡിപ്പാർട്ട്മെന്റ് ആരെ ശിക്ഷിക്കാറില്ല. താൻ ചെല്ല്. സാറും കൂടെ എന്റെ കൈ പിടിഞ്ഞ പിന്നെ എനിക്ക് ഒറ്റ മാർഗമുള്ളൂ. മന്ത്രിയുടെ വണ്ടിയുടെ മുമ്പിൽ ചാടി ചാടി മന്ത്രിയോട് കാര്യം പറയും. ഇതൊക്കെ ഇത്രേ ഉള്ളൂ സാർ. വെറുതെ അല്ല താൻ സസ്പെൻഷനിലായത്. സാറ് വല്ലതും പറഞ്ഞ ഒന്നുമില്ല. എന്റെ കാര്യം. ഓഹോ. ആ.